അജ്നാസുൽ കുബറയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. 2 തരം ഫേലുകൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞത്? 2 തരം ഫേലുകൾ ക്രിയകളെ മാനന്റെ അടിസ്ഥാനത്തിൽ 2ആയി തിരിച്ചിരിക്കുന്നു. ലാസിമും മുതഅദ്ദിയും പറഞ്ഞു. സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും, കർമ്മം ചേരുന്നതും കർമ്മം ചേരാത്തതും പറഞ്ഞു. അതിനുശേഷം ലഫ്ലിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ 2ആയി തിരിച്ചിരിക്കുന്നു. സുലാസിയും റുബായിയും. അസ്ലിയായ അക്ഷരങ്ങൾ 3 എണ്ണം വരുന്നതാണ് സുലാസി. അസ്ലിയായ അക്ഷരങ്ങൾ 4 എണ്ണം വരുന്നതാണ് റുബായി. സുലാസിയിൽ അതിൽ മുത്തരിദുണ്ട്, പിന്നെ ഷാദുമുണ്ട്. മുത്തരിദുണ്ട്, ഷാദുണ്ട്. മുത്തരിദ് എന്ന് പറഞ്ഞാൽ വ്യാപകമായത്, ഷാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. എന്നിട്ട് നമ്മൾ പറഞ്ഞത് മുത്തരിദായത് 5 ബാബുണ്ട്. അതിൽ 1-ാം ബാബാണ് ഫഅല യഫ്ഉലു, പറഞ്ഞു കഴിഞ്ഞു. 2-ാം ബാബ് ഫഅല യഫ്ഇലു, ബാബു സാനി അൽ ബാബു സാനി ഫഅല യഫ്ഇലു, അതും മുത്തരിദാണ്. ഇനി 3-ാം ബാബും പറഞ്ഞു അൽ ബാബു സാരിസു ബാബു ഫഅല യഫ്അലു പറഞ്ഞു. അതിൽ ഒരു ഷാദ് പറഞ്ഞില്ല, ഇല്ലാ ഹുവ മിൻ ഷവാദിൻ. ഏതാ? ഒരെണ്ണം പറഞ്ഞു അല്ലേ. അതായത് ഫഅല യഫ്അലു എന്ന ആ ഒരു ബാബിൽ, ഫതഹ യഫ്തഹു എന്നൊരു ബാബിൽ ഐൻ കലിമയോ ലാം കലിമയോ ഇല്ലത്തിൻ്റെ ഐൻ കലിമയോ ലാം കലിമയോ ഖൽക്കിൻ്റെ അക്ഷരമായി വരുന്നതാണ് മുത്തരിദ്, അല്ലാത്തത് ഷാദാണ്. എന്നിട്ട് ഷാദിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അബാ യഅബാ, അബാ എന്നാൽ വിസമ്മതിച്ചു. യഅബാ അതിൻ്റെ മുലാരി അബാ യഅബാ, ഞാൻ പറഞ്ഞു തന്നിരുന്നു. അബാ അതിൻ്റെ ഇബാ എൻ, അതിൻ്റെ മസ്തർ വഹുവ ആബിൻ എന്നൊക്കെ പറയാം. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു ഭാഗം കൂടി പറഞ്ഞു. ഇനി എടുക്കാനുള്ളത് അൽ ബാബു റാബിഉ, 4-ാം ബാബ്. അത് അൽ ബാബു ഫഇല യഫ്അലു, ഫഇല യഫ്അലു, അതാണ് ഇനി എടുക്കാനുള്ളത് കേട്ടോ. ഫഇല യഫ്അലു സാധാരണ നമ്മൾ പറയാറുള്ളത് സെമിഅ ബാബു എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഉദാഹരണം കൊടുത്തുള്ള അലിമയാണ് കേട്ടോ. സെമിഅ ബാബു എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. നമുക്കതിലേക്ക് നോക്കാം. ഫഇല യഫ്അലു ബി കസ്രി ഐനി ഫിൽ മാലി, മാലിയിൽ ഐൻ കലിമക്ക് കസ്രയാണ്. ഫഇല സമിഅ. പിന്നെ അതുപോലെ തന്നെ ഏതാ മറ്റൊരു ഉദാഹരണം ഫരിഹ അവൻ സന്തോഷിച്ചു, ലബിസ അവൻ ധരിച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിഷ അവന് ദാഹിച്ചു, ഷരിബ അവൻ കുടിച്ചു, ഹസീന അവൻ സങ്കടപ്പെട്ടു, തൈബ അവൻ ക്ഷീണിച്ചു, കരിഹ അവൻ വെറുത്തു. ഇഷ്ടംപോലെ ക്രിയകളുണ്ട് അല്ലേ അതേ ബാബിൽ വരുന്നത്. അതെ, അപ്പോൾ അവിടെ ഐൻ കലിമക്ക് കെസറ സമിഅ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ മുലാരിയിൽ വരുമ്പോൾ ഫിൽ മാലി വ ഫതഹഹ ഫിൽ മുലാരി, ഐൻ കലിമക്ക് മുലാരിയിൽ വരുമ്പോൾ ഫതഹ, ഐൻ കലിമക്ക് മുലാരിയിൽ ഫതഹ. അൽ ബാബു റാബി ആണ് പറയുന്നത് കേട്ടോ. അജ്നാസുൽ കുബ്രയിലെ 4-ാം ബാബാണ് എടുക്കുന്നത് കേട്ടോ. മുലാരിയിൽ അത് വരുമ്പോൾ ഫതഹ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാ? സമിഅ യസ്മഉ, ഫരിഹ യഫ്റഹു, ലബിസ യൽബസു അവൻ ധരിക്കുന്നു, അല്ലെങ്കിൽ അതിഷ യഅതശു അവന് ദാഹിക്കുന്നു, ശരിബ യശ്റബു, ഹസീന യഹ്സനു അവൻ സങ്കടപ്പെടുന്നു, തഇബ യതഅബു അവൻ ക്ഷീണിക്കുന്നു എന്നൊക്കെ പറയാം മുലാരിയിൽ. വ തസ്രീഫുഹു അതിൻ്റെ തസ്രീഫ് നഹ്വ പോലെയാണ്. ബുക്കില്ലാത്തവർ ഇതിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നാ ഇട്ടിട്ടുള്ളത്? ഡേറ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഗ്രൂപ്പിൽ നോക്കട്ടെ. 30 ജനുവരിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേജ്. അതിൽ ഇല്ലേ, അതിൽ 4-ാം ബാബ് ഇല്ല അല്ലേ? 4-ാം ബാബ് ഇല്ല കേട്ടോ. ആരെങ്കിലും ഒരു പേജ് അയച്ചിടണേ. ഒരു പേജേ ഉള്ളൂ, 3-ാം ബാബേ ഉള്ളൂ, 4-ാം ബാബ് അതിലില്ല. ഒന്ന് അയക്കണം കേട്ടോ. ആരെങ്കിലും അയച്ചാലൊന്ന് പറയുകയും വേണം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെയാണ് അലിമ. അലിമയാണ് അതിൻ്റെ മാലി. അലിമ അവനറിഞ്ഞു, യഅലമു അവനറിയുന്നു, ഇൽമൻ അറിവ് അതിൻ്റെ മസ്തറാണ് ഇൽമ്. വഹുവ ആലിമുൻ അതിൻ്റെ ഇസ്മു ഫായിലാണ് ആലിമുൻ അറിയുന്നവൻ. വ ഉലിമ അറിയപ്പെട്ടു അതിൻ്റെ മജ്ഹൂലാണ് ഉലിമ അറിയപ്പെട്ടു. യുഅലമു അറിയപ്പെടുന്നു അതിൻ്റെ മുലാരി ആണ് യുഅലമു അറിയപ്പെടുന്നു. ആരെങ്കിലും ആ പേജ് ഒന്ന് അയക്കണേ. യുഅലമു അറിയപ്പെടുന്നു, ഇൽമൻ അറിയപ്പെടൽ, വഹുവ മഅലൂമുൻ അറിയപ്പെടുന്നത്.
നമ്മൾ പറയാറില്ലേ മജ്ഹൂല് മഅലൂമ്. മജ്ഹൂല് എന്നൊക്കെ പറയാറുണ്ടല്ലോ. മഅലൂമ് എന്നാണ് അറിയപ്പെട്ടത്. മറ്റേ മജ്ഹൂലിനെ പറയാ ഫായിൽ അറിയപ്പെടാത്തത്, മഅലൂമ് എന്ന് പറഞ്ഞാൽ ഫായിൽ അറിയപ്പെടുന്നത്, അങ്ങനെ പറയാറില്ലേ. മഅലൂമുൻ അതിൻ്റെ ഇസ്മു മഫൂലാണ്. അൽ അംറു മിൻഹു അതിൽ നിന്നുള്ള അമ്രാണ്. ഇഅ്ലം നീ അറിയണം. ഇനി മറ്റൊരു അമ്രു ഫിഅൽ കൊടുത്തിട്ടുണ്ട്, ലിയഅ്ലം അവൻ അറിയണം, അല്ലെങ്കിൽ അവൻ അറിയി. ലിയുഅ്ലം അവൻ അറിയപ്പെടട്ടെ, മജ്ഹൂല്. വന്നഹി നഹി എന്ന് പറഞ്ഞാൽ പ്രൊഹിബേഷൻ. ലാ തഅ്ലം നീ അറിയരുത്. ലാ യഅ്ലം അവൻ അറിയരുത്. ലാ യുഅ്ലം അവൻ അറിയപ്പെടരുത്. വൽ ദർഫു മിൻഹു അതിൽ നിന്നുള്ള ദർഫാണ് മഅലമുൻ. മഅലമുൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന, ഒന്നുകിൽ സമാനാകാം അല്ലെങ്കിൽ മക്കാനാകാം. ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്ലേസ് ആകാം. ആരും വെച്ചിട്ടില്ല. പ്ലേസ് സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു മക്കാൻ സമാനാകാം, സമയമാകാം, കാലം അല്ലെങ്കിൽ സമയമാകാം. അൽ ആലത്തു അതിൽ നിന്നുള്ള ആലത്ത്, ഇൻസ്ട്രുമെൻ്റ്, ഉപകരണം. മിഅലമുൻ മിഅലമുൻ എന്നാണ്. എന്തേലും ആലത്ത് കിട്ടാനുണ്ട് നമുക്ക്? മിഅലമുൻ വെച്ചിട്ട് മിൽബസുൻ മൽബസുനുണ്ട് അല്ലേ? എന്തെങ്കിലും ആലത്ത്. അത്തിഷ മിഷ്റബുൻ മിഷ്റബുൻ മഷ്റബുഹും എന്നുണ്ട് അല്ലേ? അവർ അറിഞ്ഞു. കത് അരിമ കുല്ലു ഉനാസിൻ മഷ്റബുഹും ഇല്ലേ? അത് ഉണ്ട് കേട്ടോ. ഏതൊരു സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്തിലുണ്ട്. അവരുടെ അത് സ്ഥലമാണത്. മഷ്റബുൻ കണ്ടോ? ഷരിബലെ ലൊറഫണത്. അവർക്ക് അവരുടെ അതായത് അത് ഏതാ? മൂസ അലൈഹിസ്സലാമ് പിന്നെ മൂസ അലൈഹിസ്സലാമിനെ ഇസ്രായേൽ സന്തതികൾക്ക് ഒരു ഇതടി മറ്റേ പാറയും അടിച്ചിട്ട് അരുവികൾ വരുന്നുനാസിൻ. അപ്പം അവർക്ക് മനസ്സിലായി. അപ്പം 12 അരുവികൾ ഇതാക്കും അല്ലേ. മൂസ لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس അവിടെ മഷ്റബുഹും മഷ്റബുൻ കറക്റ്റായില്ലേ? കുടിക്കുന്ന സ്ഥലം, കുടിക്കുന്ന സ്ഥലം കേട്ടാ. മഷ്റബുഹും ജസാക്കുമുല്ലാഹ് സൗദ കണ്ടു കേട്ടോ. മഷ്റബുഹും അവിടെ കിട്ടി അല്ലേ? കുടിക്കുന്ന ലൊർഫണത് മഷ്റബുഹും. അത് ഒരു മിനിറ്റ് ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ. പോയില്ല. എത്രാമത്തെ ആയത്തെ ഞാൻ പറഞ്ഞത്? കത് അലിമ കുല്ലു നാസി മഷ്റബുഹും. ഇപ്പം കണ്ടല്ലോ. ഇപ്പം തന്നെ വായിച്ചല്ലോ. കുൽത്തും ലാനോസ് തന്തസ് ഇപ്പം തന്നെ ഞാൻ വായിച്ചു പോയതാ. അത് ഇപ്പം വായിച്ചു കഴിഞ്ഞേ. അപ്പത്തിന് ഞാൻ മാറ്റി. കുലു അഷ്റബു എത്രാമത്തെ ആയത്തേത്? തുടക്കത്തിലല്ലേ? മീൻ വാഹിദിൻ അവിടെ അല്ല അല്ലേ? വൈദ് കുൽത്തും പിന്നെ കാണണം പറയണത്. അത് അലിമ കുല്ലു ഉനാസ് 60-ാമത്തെ ആയത്ത് കേട്ടാ. മഷ്റബു മഷ്റബു ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഷ്റബു എന്ന് പറഞ്ഞാൽ മഫൂലും ബിഹി. ശരി. അപ്പോൾ അങ്ങനെ. പിന്നെ അതിൻ്റെ അപ്പം എന്താ പറഞ്ഞത്? ആലത്ത് അല്ല കാണുന്നത്. അവിടെ മഫൂലും ഫീഹി ആണ് കൊടുത്തത്. ഫീഹി ആണോ മഫൂലും ബിഹി? ഫീഹി ആണെങ്കിൽ ബിഹിയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ കുടിക്കുന്ന സ്ഥലം എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു ഒന്ന് മനസ്സിലാക്കിയാൽ മതി. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇവിടെ സൗദ അയച്ചിട്ടുണ്ട് അല്ലേ? ഇനി ആലത്ത് മി അലമത്തുൻ എന്നും പറയും. മി അലമുനുണ്ട്, മി അലമത്തുനുണ്ട്, മി അലാമുൻ എന്നുണ്ട് കേട്ടാ. പിന്നെ ബത്തസ്നിയത്തുഹുമ അവരുടെ രണ്ടിൻ്റെയും മുസന്ന. മുസന്ന എന്താണ്? മഅലമാനി എന്നാണ് അതിൻ്റെ മുസന്ന കേട്ടാ. മഅലമാനി വ മി അലമാനി. വൽ ജംഉ മിൻഹുമ അതിൻ്റെ രണ്ടിൻ്റെയും ജം ആണ് മആലിമു മആലിമു. ഇസ്മു തഫ്ദീൽ മിൻഹു അഅലമു. നമ്മളത് പറയാറുണ്ട് അല്ലേ? വല്ലാഹു തീർച്ചയായും അല്ലാഹു അഅലമു ഏറെ അറിയുന്നവനാണ്, ഏറെ അറിയുന്നവൻ. അഅലമു. വൽ മുഅന്നസു അതിൻ്റെ മുഅന്നസ് ഏറെ അറിയുന്നവൾ എന്ന് പറയുമ്പോൾ ഉൽമാ. വതസ്നിയത്തുഹുമാ അതിൻ്റെ രണ്ടിൻ്റെയും മുസന്നയാണ് അഅലമാനി.
ഉൽമയാനി വ ജം ഉഹുമാ. ഇതിൻ്റെ രണ്ടിൻ്റെയും ജം ആണ് അലമൂന വ ആലീമു വ ഉലമു വ ഉൽമയാത്ത്. അപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഏതെങ്കിലും വാക്കുകൾ എനിക്ക് പെട്ടെന്ന് പറയാൻ. കരിഹ വെറുക്കപ്പെട്ടത്, മക്കാരിഹുൻ മക്രൂഹുൻ പറയാറുണ്ട് അല്ലേ, മക്രഹുൻ അതില്ല. തബീഅ മത്തുബാഉൻ മത്ത് അബുൻ മത്ത് അബുൻ. ഹസീന ഷരീബ പറയാം. പിന്നെ ഏതാ തമിഅ ആഗ്രഹിച്ചു പറയാം. വേറെ ഏതൊരു ഫേല് പെട്ടെന്ന് വരുന്നില്ല. ശരി, അടുത്ത ബാബു നോക്കിക്കോളൂ. അൽ ബാബുൽ ഖാമിസു, അഞ്ചാം ബാബ്. ഫഉല യഫ്ഉലു, ഫഉല യഫ്ഉലു അഞ്ചാം ബാബാണ്. ഫഉല യഫ്ഉലു ബിദമ്മി ഐനി ഫീഹിമാ. അതിന് രണ്ടിനും, അതായത് മാലിയിലും മുലാരിൻ്റെയും രണ്ടിനും ഐൻ കലിമക്ക് ദമ്മാണ്. വഹാദൽ ബാബു ലാസിമു അബദൻ, ഈ ബാബ് ലാസിമാണ് എപ്പോഴും. അബദൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും ഈ ബാബ് ലാസിമാണ്. ലാസിം എന്ന് പറഞ്ഞാൽ എന്താണ്? മഫൂലുൻ ബിഹിയെ സ്വീകരിക്കാത്തത്, അകർമ്മകം അല്ലേ, കറക്റ്റാണ്, അകർമ്മകം എന്നൊക്കെ പറയും. തസ്രീഫുഹു, അപ്പം അതിൽ എന്തുണ്ടാവില്ല, മഫൂലുൻ ബിഹി വരൂല. അതിൻ്റെ തസ്രീഫ് നഹ്വ പോലെയാണ്. കറുമ യക്റുമു, കറുമ ആദരിച്ചു, യക്റുമു ആദരിക്കുന്നു, ഖറാമത്തൻ ആദരിക്കൽ, വഹുവ കരീമുൻ. അതിൻ്റെ ഇസ്മു ഫായിൽ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. മറ്റേതുപോലെ ഫായിലുൻ എന്ന രൂപത്തിലല്ല വരുന്നത്, മറിച്ച് കരീമുൻ. കണ്ടോ, കരീമുൻ. അൽ അംറു മിൻഹു ഉഖ്റും, നീ ആദരിക്ക്, ലിയഖ്റും അവൻ ആദരിക്കട്ടെ. നമ്മൾ കണ്ടിട്ടില്ലേ, അതിഥി ആദരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കണ്ടിട്ടില്ലേ, ലിയഖ്റും. വന്നഹി ലാ തഖ്റും, ബഹുമാനിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ആദരിക്കുക, ബഹുമാനിക്കുക, പിന്നെന്താ, സദ്വൃത്തനാവുക എന്നൊക്കെ അർത്ഥമുണ്ട്. തഖ്റും ലാ തഖ്റും, നീ ആദരിക്കരുത്. വൽവർഫു മിൻഹു മുക്റമുൻ, വർഫാണ് മുക്റമുൻ. വൽ ആലതു മിക്റമുൻ വമിക്റമത്തുൻ വൽമിക്റാമുൻ വതസ്നിയതുഹുമാ മക്റമാനി വമിക്റമാനി വൽജംഉ മിൻഹുമാ മകാരിമു ഇസ്മു തഫ്ലീലു മിൻഹു അക്റമു ഏറ്റവും ആദരണീയൻ. വൽ മുഅന്നസു കുർമ, അതിൻ്റെ മുഅന്നസാണ് കുർമ, ഏറ്റവും ആദരണീയ സ്ത്രീ. തസ്നിയതുഹുമാ, അതിൻ്റെ രണ്ടിൻ്റെയും ബഹുവചനമാണ് അക്രമാനി കുർമയാനി. വജംഉഹുമാ അക്രമൂന, അതിൻ്റെ ജമാണ് അക്രമൂന. അകാരിമു കറുമ കുർമയാത്ത്. ഇവിടെ കുറച്ചേ ഉള്ളൂ, കാരണം എന്താ, ഇതിന് മജ്ഹൂലില്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, മജ്ഹൂലിൻ്റെ രൂപമില്ല. ഒലിമ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇല്ല, കുരിമ എന്നൊന്നും പറയൂല, കാരണം ഇത് ലാസിമല്ലേ, അതുകൊണ്ട് അതില്ല കേട്ടോ, അതില്ല. അപ്പോൾ എത്ര ബാബായി? 5 ബാബായില്ലേ. നമ്മൾ റുബായിൽ സുലാസി മുജറദിൽ പിന്നെ 5 ബാബ് പറഞ്ഞില്ല, 5 ബാബാണുള്ളത്. മുത്തരിദായിട്ടുള്ളത് 5 ബാബാണ്. അതിൽ രണ്ടാം ബാബിലെ ഫതഹ യഫ്തഹു, ഫഅല യഫ്അലു, ആ ബാബിലെ ഒരെണ്ണം മാത്രം അതിൽ ഷാദ് വരും എന്ന് പറഞ്ഞു അല്ലേ. ഏതാ, ഹൽക്കിൻ്റെ ഐൻ കലിമോ ലാം കലിമോ ഹൽക്കിൻ്റെ ഹുറൂഫുൽ ഹൽക്കിൽ പെട്ടിട്ടില്ലെങ്കിൽ അത് ഷാദാണ്, ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം മുത്തരീദ്. ഇനി ഈ ഇതിലെ തന്നെ ഷാദായിട്ടുള്ളതുണ്ട്, ഒറ്റപ്പെട്ട ഒരു പാറ്റേൺ ഉണ്ട്. അത് സുലാസി മുജറദിൽ അഥവാ അസ്ലിയായ അക്ഷരങ്ങൾ 3 എണ്ണം ഉള്ളതിലെ ഷാദായിട്ടുള്ള ബാബാണ് ഏത്? ഷാദായിട്ടുള്ള 3 എണ്ണം ഉണ്ട് അല്ലേ. സുലാസി മുജറദിൽ സലാസത്തു അബ്വാബിൻ, 3 ബാബുകൾ ഷാദാണ്. ഫഫി ബഅള നസ്ഖി അബ്വാബു ഷാദി. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ സുലാസി മുജറദിലെ ഷാദുകൾ എന്തൊക്കെയാണ്? വഫി ബഅള നസ്ഖി, അതിൽ കുറച്ച് നസ്ഖുകളുണ്ട്. അബുവാബു ഷാദി സുലാസി മുജറദ് അത് 3 എന്നല്ലേ പറഞ്ഞത്? സുലാസി മുജറദ് അർബഅത് അബ്വാബിൻ ബാബുൽ അവ്വലു ഫഅല യഫ്അല യഫ്തഹുൽ ഐൻ ഫീഹിമാ ഇദാ ലം തകുൻ ഐനു ആകാത്തപ്പോൾ
ഐനുഹു അതിൻ്റെ ഐൻ കലിമയോ ലാം കലിമയോ ഹർഫൻ മിൻ ഹുറൂഫിൽ ഹൽക്കി. അതിപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടാ. നഹ്വ അത്തായി എത്തി കമ തുക്കദ്ദമ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. ഇതിൽ ചില ബാബുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ രണ്ടാം ബാബിൽ അത് ഷാദാണെന്ന് പറഞ്ഞു. അതും കൂട്ടി വരുമ്പോൾ 4 ബാബ് ഉണ്ടാവും എന്നാണ് പറയുന്നത് സുലാസി മുജറദിൽ. അത് കൂട്ടിക്കഴിഞ്ഞാൽ ഫതഹ യഫ്തഹൂലെ ഐൻ കലിമയോ ലാം കലിമയോ ഐൻ ഹൽക്കിൻ്റെ അക്ഷരമല്ലാത്തത്, അത് ഹർഫ മിൻ ഹുറൂഫിൽ ഹൽക്കിലല്ലാത്തതും കൂട്ടിയിട്ട് 4 ബാബ് അല്ലെങ്കിൽ 3 ബാബ് എന്ന്. അതിലൊന്നാം ബാബ് അൽ ബാബുൽ അവ്വലു. അപ്പോൾ മറ്റേ കണക്ക് പ്രകാരം അത് ബാബു സാനിന്നും കൊടുത്തിട്ടുണ്ട്. ഫഇല യഫ്ഇലു കണ്ടോ. മനസ്സിലായില്ല എന്തോന്ന് ടീച്ചർ, അത് ഒന്നുകൂടെ പറയോ? അതായത് 3 അക്ഷരം അസ്ലിയായ തുലാസി മുജറദിൽ 5 ബാബാണ് മുത്തരീദായത്. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അത് ക്ലിയർ അല്ലേ? ആ 5 ബാബിൽ രണ്ടാമത്തെ ബാബിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫഅല യഫ്അലു. രണ്ടാമത്തെ ബാബ് അൽ ബാബു സാലിസു ഫഅല യഫ്അലു. ക്ലിയർ അല്ലേ? അതിലെ ഐൻ കലിമയോ ലാം കലിമയോ ഹുറൂഫുൽ ഖൽഖിൽ പെട്ടതാകണം. അപ്പോഴാണത് മുത്തരിദാകുന്നത്. അല്ലെങ്കിൽ അത് ഷാദാണ്. അതാണ് ഷാദിൽ പെട്ട ഉദാഹരണമാണ് അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാബു സാലിസിൽ കൊടുത്തിട്ടുണ്ട് അബാ എന്ന് പറയുമ്പോൾ അവിടെ അവിടെ ഇല്ല, ഹൽക്കിൻ്റെ അക്ഷരം വരുന്നില്ല. അബായ ഉബ എന്ന് പറഞ്ഞ അപ്പം അത് ഷാദാണ്. ആ ഷാദും കൂടി കൂട്ടി കഴിഞ്ഞാൽ ശരിക്കും അബുവാബു ഷാദി എന്ന് പറഞ്ഞാൽ 4 എണ്ണമുണ്ട്. അതും കൂടി കൂട്ടി 4 എണ്ണമാണെന്ന്, അല്ലെങ്കിൽ 3. അപ്പം ഷാദാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഒറ്റപ്പെട്ടതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. മുത്തരിദ് 4 എണ്ണം കഴിഞ്ഞു. 3 അക്ഷരം അസ്ലിയായ തുലാസി മുജറദിൻ്റെ മുത്തരിദ് 5 ബാബ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഷാദായിട്ടുള്ള 3 എണ്ണമാണ്. 3-ൽ മറ്റേതിലെ ഫഅല യഫ്അലൂലെ മറ്റേ ഹുറൂഫുൽ ഹൽക്കിൽ പെടാത്തത് വരുമ്പോൾ അത് ഷാദാണ്. അതും കൂടി കൂട്ടി 4 എണ്ണം ഉണ്ട് എന്ന്, അതാണ് അതിൽ കൊടുത്തത്. അപ്പം ഇനി അത് കൂടി കൂട്ടിയിട്ട് പറയുമ്പോൾ അത് കൂടുമ്പോൾ അൽ ബാബു സാനി എന്ന് പറയും. അതില്ലെങ്കിൽ അൽ ബാബുൽ അവ്വൽ, അതും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. ഫഇല യഫ്ഇലു കണ്ടോ. ഫഇല യഫ്ഇലു, ഫഇല യഫ്അലു മാത്രമാണ് മുത്തരിദ്. ഫഇല യഫ്ഇലു ഷാദാണ്, ഒറ്റപ്പെട്ടതാണ്, അധികം വ്യാപകമായതല്ല. ഓക്കെ. ബി കസ്രിൽ ഐനി, ഐൻ കലിമക്ക് കസ്ര ഫീഹിമ രണ്ടിനും അതായത് മാലിയിലും മുദാരിയിലും ഐൻ കലിമക്ക് കസ്ര. തസ്രീഫുഹു അതിൻ്റെ സർഫ് ഇപ്രകാരം ആകുന്നു. ഹസിബ മാന തന്നെയാണ്, വിചാരിച്ചു എന്നാണ് കേട്ടോ. അതെ, കണക്കാക്കി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹസിബ യഹ്സിബു കണക്കാക്കി ബി മാന വന്ന വിചാരിച്ചു, കണക്കാക്കി എന്നൊക്കെ പറയാം. ഹസിബ യഹ്സിബു കണ്ടോ. ഹസിബ യഹ്സബു അല്ല, യഹ്സിബു ആണ്. ഹിസ്ബാനൻ അതിൻ്റെ മസ്ദറാണ് ബികസ്റ ഹിസ്ബാനൻ. വഹുവ ഹാസിബുൻ കണക്കാക്കുന്നവൻ, ഹാസിബുൻ. ഹുസിബ കണക്കാക്കപ്പെട്ടു, യഹ്സുബു ഹിസ്ബാനൻ വഹുവ മഹ്സൂബുൻ. അൽ അമ്രു മിൻഹു യഹ്സിബ് നീ കണക്കാക്ക്, ലി യഹ്സിബ് നീ വിചാരിക്കി എന്നൊക്കെ പറയും. ലി യുഹ്സബ് നീ അവൻ വിചാരിക്കട്ടെ, അവൻ വിചാരിക്കപ്പെടട്ടെ. വന്നഹി ലാ തഹ്സിബ് അതിന് നഹിയാണ്, ലാ തഹ്സിബ് നീ വിചാരിക്കരുത്. ലാ യഹ്സിബ് അവൻ വിചാരിക്കരുത്. ലാ യുഹ്സബ് അവൻ വിചാരിക്കപ്പെടരുത്. വൽ ദർഫു മിൻഹു അതിൽ നിന്നുള്ള ദർഫാണ് മഹ്സിബുൻ. വൽ ആലത്തു മിഹ്സബുൻ മിഹ്സബത്തുൻ മിഹ്സാബുൻ. തസ്നിയത്തുഹുമ അതിൻ്റെ രണ്ടിൻ്റെയും മുസന്നയാണ് മഹ്സബാനി വ മിഹ്സബാനി. വൽ ജംഉ മിൻഹുമ അതിൻ്റെ രണ്ടിൻ്റെയും ജം ആണ് മഹാസിബു വ മഹാസിബു. ഇസ്മു തഫ്ദീൽ മിൻഹു അഹ്സബു. വൽ മുഅന്നസു ഹുസ്ബ ഏറ്റവും നന്നായി വിചാരിക്കുന്നവൻ. തസ്നിയത്തുഹുമ അഹ്സബാനി വ ഹുസ്ബയാനി വ ജംഉഹുമ അഹ്സൂബ വ അഹാസിബു ഹുസബു വഹുസ്ബയാത്തു. ഞാനിത് നോക്കട്ടെ കേട്ടാ, നെറ്റിൽ നോക്കട്ടെ. ഏതായിരുന്നു ബാബ്? ഫഇല യഫ്ഇലു അല്ലേ? നോക്കട്ടെ കേട്ടാ. ഫഇല ഏതാ നമുക്ക് ഖുറാനിലോ എവിടെയെങ്കിലും ഉദാഹരണം ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ഫഇല യഫ്ഇലു ആർക്കെങ്കിലും വല്ല ഉദാഹരണം ഖുറാനിലുള്ളത് പറയണേ.
അറിയോ? ഈ യഹ്സബു പറഞ്ഞ യഹ്സബു അന്ന യഹ്സബ് മാലഹു. ഒന്ന് നോക്കിയേ, അതാണ്. ഒന്ന് നോക്കുവോ? നഇമാന്നുണ്ട് കേട്ടാ, നഇമ. ഹസിബ യഹ്സിബ്. ടീച്ചറെ വതഹ്സബുഹും. ഏത് മാലഹു അഹ്ലദ. ഏത് യഹ്സബുവിന്റെ ഏത് രൂപം ഉള്ളത് പറ, ഞാൻ നോക്കട്ടെ. ഏതായാലും മതിയോ? യഹ്സബു അന്ന മാലഹു അഹ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ സൂറത്തുൽ ഹുമസ അല്ലേ അത്? ഒരു മിനിറ്റ്, അത് നോക്കട്ടെ കേട്ടോ. യഹ്സബു അത് ഹസിബ. ഞാൻ നോക്കട്ടെ അത് ഏതാണെന്ന് നോക്കട്ടെ. ഹസിബ യഹ്സബു ആണത്. ഹസിബ യഹ്സബു ആണ് കേട്ടാ. നമ്മൾ പറഞ്ഞത് ഹസിബ യഹ്സിബു അല്ലേ പറഞ്ഞത്, അല്ലേ? അതെ, ഹസിബ. അപ്പം ആ അതല്ല. സൂറത്തുൽ കഹ്ഫിൻ്റെ 18-ാമത്തെ ആയത്തൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കാണുന്നതാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ 18-ാമത്തെ ആയത്തിൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ആ അസ്ഹാബുൽ കഹ്ഫ് കിടന്നുറങ്ങുമ്പോഴേ അങ്ങനെ അവർ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗമല്ലേ? യഹ്സബു അന്ന മാലഹു അതല്ല. അഹ്ലദ, അതാണ്. തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ് അല്ലേ? തഹ്സബുഹും. ഞാൻ നോക്കട്ടെ കേട്ടോ, അവിടെ എന്താ നോക്കട്ടെ. അവിടെ ഹസിബ യഹ്സബുമാണ് കൊടുത്തിട്ടുള്ളത്. ഹിസ്ബയാൻ ഹസിബു എന്നല്ല കൊടുത്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഹസിബ നമുക്ക് നിർത്താം. നഇമ യൻഇമു എന്നുണ്ട്. അത് സൂറത്തുൽ അൻആമിൻ്റെ 6-ാമത്തെ ആയത്തിൽ. അൻആം, സൂറത്തുൽ അൻആമിൻ്റെ 6-ാമത്തെ ആയത്തിൽ കേട്ടാ. നഇമ നോക്കട്ടെ, കാണുന്നുണ്ടോ? 6-ാമത്തെ ആയത്തിൽ അലമഹലക്കനും ഖബറിഹിം ഖർനിൻ മക്കന്നാഹും ഫിൽ അർളി വലം നുംകിൻ ലഹും അർസൽനാ സമാഅ മിദ്റാറ വജഅൽനാ അൻഹാറ തജ്രി മിൻ തഹ്തിഹാ ലകനാഹും ഖർനൻ ആഖിരീൻ. അവിടെ നഇമ ഇവിടെ കാണില്ലല്ലോ. നഇമ ഇതിൽ പറയുന്നുണ്ട്, കാണുന്നില്ല. 6ആണല്ലോ. 6 ഞാൻ നോക്കിയത്. കാണില്ല. വരിസ ഉണ്ട് അല്ലേ? വരിസ യരിസു വരിസ സുലൈമാന ദാവൂദ. സൂറത്തു നംല് 16. ബക്കറ നംല് നംലാണോ? അതിൽ കാണുന്ന നംല് 16 നോക്കട്ടെ. ഇതുവരെ കണ്ടതൊന്നും കണ്ടൂല. നംല് 16. നംല് കാണും കാണും, അത് തന്നെ നംല് 16. വരിസ സുലൈമാന. വരിസ യരിസു അതുണ്ട് കേട്ടാ. വരിസ യരിസു. വരിസ യരിസു. പിന്നെ യഇസ യഇസു ഉണ്ട്. പിന്നെ അത്തല യഅ്തിലു. സൂറത്തുൽ ഖലമിലെ ഉത്തില എന്നിട്ട് ഉത്തുല്ലിൻ ബഅദ ദാലിക, അതിൽ നിന്നുള്ള അതാണ് കേട്ടോ. ഉത്തുല്ലിൻ അത് നോക്കാം എന്താണ്. സൂറത്തുൽ ഖലമിൻ്റെ 13. ഞാൻ മുൻപ് എപ്പോഴും വിചാരിക്കും എന്താണ് ഈ ഉത്തുല്ലിൻ ബഅദ ദാലിക. ഖലം, സൂറത്തുൽ ഖലം, ഖലമിൽ 13 ഉത്തുല്ലിൻ ബഅദ ദാലിക സഈം ക്രൂവൽ. ഉത്തുല്ലിൻ നഅത്താണത്. ഉത്തുല്ലിൻ. അപ്പം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഇതുണ്ട്. ഇത് ഒറ്റപ്പെട്ടതാണ് കേട്ടോ. ഷാദാണെന്ന് അറിയാം കേട്ടോ. ഇനി മറ്റൊരു ഷാദാണ്, മറ്റൊരു ബാബാണ് ഇത്. അൽ ബാബു സാലിസു ഫഇല യഫ്ഉലു. ഫഇല യഫ്ഉലു. അടുത്ത ബാബു ഫഇല യഫ്ഉലു ബികസ്രിൽ ഐനി ഫിൽ മാലി. മാലിയിൽ ഐൻ കലിമക്ക് കസ്റ. വദമ്മുഹാ ഫിൽ മുലാരി. മുലാരിയിൽ ഐൻ കലിമക്ക് ദമ്മ. വതസ്രീഫുഹു ഫദില യഫ്ദുലു. ഫദില ശ്രേഷ്ഠമാക്കിയെന്നല്ലേ ഫദില അർത്ഥം? ഫദില ശ്രേഷ്ഠമാക്കി തോന്നുന്നുണ്ട്. ഞാൻ അർത്ഥം നോട്ട് ചെയ്തിട്ടില്ല. നോക്കട്ടെ കേട്ടോ. ഫദില എവിടെ വന്നിട്ടുള്ളത്? ഫദില യഫ്ദുലു ട്ടാ. ടീച്ചറെ നദിമ യന്തുമു നദീമ അല്ലേ? ഇതല്ലേ അതെവിടെ കിടക്കണത്? അതിന്റെ അർത്ഥം എന്തല്ലേ? ഖേദിച്ചു. അതെ, അതെവിടെയാ ഫദില? ഞാൻ ഫദിലേൻ്റെ അർത്ഥം നോക്കട്ടെ കേട്ടോ. ഫദില മറ്റേ ഡിക്ഷണറി. റിമൈനിങ് ടു ബി സർപ്ലസ്, റിമൈനിങ് ലെഫ്റ്റ് ഓവർ, എക്സീഡഡ്,
ഫളില ഫളല ഫളില റിമൈനിങ് ഫളല ഫളല വെർബ് ഫളല ഫളില to left over to exit reminder surplus സർപ്ലസ് ആണല്ലോ ഫളില മീൻ ഫളില എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഫളില എന്തോ ടീച്ചറെ ഫളില ഖുറാനിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഫളില 17 പകലുണ്ട് ടീച്ചറെ ബക്കറയില് പകലുണ്ട്. ഫളില പറയണത് ഫളില എവിടെ കിടക്കുന്നത് കേട്ടിട്ടില്ല ടീച്ചറെ. ഫലീൽ കെസറ കണ്ടിട്ടില്ല ഞാൻ. കാണുമായിരിക്കും. ഇതിൽ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എനിക്ക് അർത്ഥം കിട്ടുന്നില്ല. ഞാൻ ഇതിൽ നോക്കിയിട്ട് അർത്ഥം പറഞ്ഞുതരാം. ഒരു മിനിറ്റ് സൽമാനി നോക്കിയിട്ട് അർത്ഥം പറഞ്ഞുതരാം. ടീച്ചറെ എഫ്ലിലു അങ്ങനെ ഉണ്ട്. എഫ്ലിലു ബൈനഹും അങ്ങനെ എവിടെ കേട്ടിട്ടുണ്ട്. അത് വരുമോ? അത് വേണ്ട അത് വേണ്ട കേട്ടാ. ശ്രദ്ധയില്ല വേണ്ട. നമുക്ക് ഫളില ഉണ്ട് കേട്ടോ. ഫളിലാണ് കിട്ടേണ്ടത്. അതിൽ ടു ബി ലെഫ്റ്റ് ഓവർ റിമൈനിങ് എക്സസ് ഫളില സർപ്ലസ് ഉദ്ദേശിച്ചത് എന്താ ഫളില മിച്ചം വെക്കുക എന്ന് അങ്ങനെ ഇടണം. ഞാൻ എന്തായാലും വായിച്ച് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഫളിലിൻ്റെ അർത്ഥം നോക്കേണ്ടി വരും. ഫല്ലല അല്ല കേട്ടോ. ഫല്ലല ഫഅല ബാബാണ്. അതല്ല കേട്ടോ. ഫളില യഫ്ലുലു ഫാദിലൻ വഹുവ ഫാലിലു മഫൂലില യുഫ്ലലു ഫാദിലൻ വഹുവ മഫ്ലൂലുൻ അൽ അംറു മിൻഹു ഉഫ്ലിൽ ലിയഫ്ലൽ വന്നഹി ലാ തഫ്ലുൽ യഫ്ലുൽ ലാ യഫ്ലൽ والظرف منه مفلل والآلة مفلل ومفللة ومفلال وتثنيتهما مفللان والجمع منهما مفاضل ومفاضيل واسم التفضيل منه أفضل ഏറ്റവും ശ്രേഷ്ഠനല്ലേ അഫ്ളൽ മുഅന്നസു ഫുദ്ല വതസ്നിയതുഹുമാ അഫ്ളലാനി വഫുല്ലയാനി വജംഉഹുമാ അഫ്ളലൂന അഫാളിലു വഫുലലു ഫുല്ലയാതു. എന്താ അപ്പം അതിൻ്റെ ഒരു അർത്ഥം വരാത്തത്? സർപ്ലസ് മിച്ചം വെക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത് എങ്ങനെയാ? പിന്നെ അവസാനമുള്ളതൊന്ന് പറയോ? ഫുല്ലയാത്തു ആസറ വരണ്ട് ഫളല ഫളീല അവിടെ ഒന്നും ഫളീല അല്ല അല്ലേ വന്നത്. ബക്കിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫളലയാണ് കേട്ടോ. ഫളീല എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? അഫ്ലിയ ബക്കിയ നോക്കട്ടെ. സിയാദത്തു വർദ്ധനവുണ്ട്. ഫദ്ദലുണ്ട് ഫദ്ദല മെറിറ്റ് ഉണ്ട്. അതെ ശ്രേഷ്ഠത എന്ന് തന്നെ അർത്ഥം കിട്ടുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട് ഫളീല ശ്രേഷ്ഠത എന്ന് അർത്ഥം കിട്ടും. ഇതിൽ ഏതാ നമ്മളെപ്പോഴും പറയാറില്ല അല്ലേ? അഫ്ദലു ദിക്ർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലാഹ ഇല്ലല്ലാഹ് ശ്രേഷ്ഠമായ ദിക്റല്ലേ. ഇസ്മു തഫ്ലീൽ നമ്മൾ അധികം ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ അഫ്ദലു ദിക്ർ അഫ്ദലു ദുആ എന്താ അൽഹംദുലില്ലാ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം അത് ഫളില. മറ്റേതാണെങ്കിൽ ഫദ്ദല ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഫദ്ദല ആണെങ്കിൽ മറ്റേ ബാബാണ് കേട്ടോ. ഫഅല ബാബ് മറ്റേ ഇത് വരും കേട്ടോ. ഏതാ? ഫല്ലലാണെങ്കിൽ മറ്റേ ബാബാണ്. ഫല്ലല യുഫദ്ദിലു തഫ്ലീലൻ വഹുവ മുഫദ്ദിലു ഫുദ്ദില യുഫദ്ദലു തഫ്ലീലൻ വഹുവ മുഫദ്ദലു അൽ അംറു മിൻഹു ഫദ്ദിൽ ലാ തുഫദ്ദിൽ. അതാണ് ഏത്? ഫല്ലല. ഇത് ഫളീല കേട്ടോ. പിന്നെ അടുത്ത ഇതാണ് ഫഉല ബാബ് കേട്ടോ. ഫഉല ബാബ് അതൊന്ന് ശ്രദ്ധിച്ചോ. ഫഉല യഫ്അലു അപ്പോൾ ഫഉല യഫ്അലു ബിദമ്മ ഐൻ കലിമക്ക് ദമ്മ ഫിൽ മാലിയിൽ ഫതഹൻ ഫിൽ മുളാരിഇൽ ഫതഹൻ ഐൻ കലിമക്ക് ഫതസ്രീബുഹു നഹ്വ കാദ. പിന്നെ നമ്മൾ അറിയാം അല്ലേ? കാദ എന്താ ശരിക്കും? കാദ എന്ന് പറഞ്ഞാൽ കവുദ എന്നാണ് അല്ലേ? അലിഫിന്റെ അസ്ല് വാവല്ലേ? കവുദ വാവാണ്. അപ്പം അതുകൊണ്ട് കവുദയാണ് കേട്ടോ. അത് കാദ കവുദയാണ്.
അപ്പോൾ ഫഉല പോലെ തന്നെ യക്കാതു എന്ന് പറഞ്ഞാൽ യക്കുവതു എന്നാണ് കേട്ടോ. യക്കുവതു. കാത എന്ന് പറഞ്ഞാൽ ആകാറായി എന്നൊക്കെയുള്ള നാക്കിസായ ഫേലാണ് അല്ലേ കാത. ആ നാസി. ആ കാത. കാത യകാതു കൗദൻ ആകാറാകൽ. കൈ അതുപോലെ കൈതൂതത്തൻ. ടീച്ചർ കൈത് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ നബീല മാം കാതയ്ക്ക്. അതുണ്ട് കായിതും വക്കീതനുണ്ട്. കൈത അല്ലേ. അംഹിൽഹും ആ കൈത. അത് അത് കൈ അത് തന്ത്രം പ്രയോഗിച്ചു എന്നാണ് തോന്നുന്നുണ്ട് അല്ലേ. അല്ലേ തന്ത്രം പ്രയോഗിച്ചു എന്നാണോ എന്താ അർത്ഥം പറഞ്ഞത്? ആ കുതന്ത്രം തന്ത്രം. തന്ത്രം പ്രയോഗിച്ചു. അത് യക്കീദു കൈദ യക്കീദു കൈദ. ഒരു മിനിറ്റ് കേട്ടോ ഫാത്തിമത്ത. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒരൊറ്റ മിനിറ്റ്. നമ്മളെ ഇതിലാണ് സുഹൃത്തു താരിഖില് അത് അത് സുഹൃത്തു താരിഖിലാണ് കേട്ടോ. കാദ യക്കീദു. കാദ യക്കീദു പ്ലോട്ടിങ്. കാദ യക്കീദു അതിൻ്റെ ഇസ്മുഫായിൽ കായിദ്. കിദ് അതിൻ്റെ ഇമ്പാരറ്റീവ് കിദ്. ഇത് കവദ കേട്ടാ. അത് മറ്റേത് കൈതാന്നാണ്. ഇതിന്റെ മീനിങ് എന്തോന്നാ? അതിന്റെ മീനിങ് അത് കുതന്ത്രം. ഇത് ആകാറായി. തകാതു കാനയുടെ അതെട്ടാ. അപ്പൊ അതെ അത് ഇതില് ഏതാ പറഞ്ഞത്? കൈത അല്ലേ. കൈത കാത ഇത് നാഫിസല്ലേ. നോക്കട്ടെ കേട്ടാ. മഫൂല് മുത്തലക്ക് കൈത ഇതല്ല യക്കീദൂന. ഇത് മുളാരി മർഫൂൻ ഫാഇൽ ഖബറു ഇന്ന ഫീ മഹ്വൽ ജുംലത്തി ഫിഅലിയ ഖബറു ഇന്ന. മുഅത്തല്ല അജ്വഫനാണ് കേട്ടോ. അത് കാതയും അതും ഇതും ഈ രണ്ടും അത് തന്നെയാണ് കേട്ടോ. അജ്വഫനാണ് കേട്ടോ. ശരി കേട്ടോ. അപ്പം കാത യകാദു കൗദൻ വകൈദൂദൻ വഹുവ ഖായിദുൻ വകീദ യുകാദു കൗദൻ വകൈദൂദത്തൻ വഹുവ മഖൂദുൻ അൽ അംറു മിൻഹു കദ്. മറ്റേടത്ത് കിദാണെങ്കിൽ ഇത് കദ് കേട്ടാ. ലിയകദ് ലിയുകദ് വന്നഹി ലാ തകദ് ലാ യകദ് ലാ യുകദ് വൽദർഫു മിൻഹു മകാദുൻ വൽ ആലതു മിക്വദുൻ വമിക്വദത്തുൻ വമിക്വാദുൻ വതസ്നിയതുഹുമാ മിക്വദാനി മിക്വദാനി അല്ലെങ്കിൽ മക്കാദാനി എന്നും പറയാം. വജംഉ മിൻഹുമാ അതിൽ നിന്നുള്ള ജം ആണ് മക്കാബിദു മക്കാബീദു. അത് മക്കായിദെന്നും മക്കായിദെന്നും പറയാം. വാവ് ഹംസായത് അലിഫ് ഹംസാക്കാം. ഇസ്മു തഫ്ലീൽ മിൻഹു അക്വദു വൽ മുഅന്നസു ഖൂദാ. ഖൂദ കേട്ടിട്ടുണ്ടോ? അപ്പോൾ തസ്നിയതുഹുമ അക്വദാനി ഖൂദയാനി വജംഉഹുമ അക്വദൂന അകാവിദു ഖുവദു വ ഖൂദയാത്തി. ഈ വേർഡുകളൊക്കെ ഖുർആനിലുണ്ടോ ടീച്ചറെ? അറിയില്ല കേട്ടാ. നോക്കേണ്ടി വരും. കാതുണ്ട്. മുൾക്കിലൊക്കെ കണ്ടിട്ടില്ലേ കാത. കാതു തമയ്യസു മിനൽ ഗൈദ്. അപ്പൊ കുറെ സ്ഥലത്തുണ്ട് കാത. കുറെ ഉണ്ട്. ലാഗാറായി എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്തുണ്ട് കേട്ടാ. കുറെ സ്ഥലത്തുണ്ട്. എത്ര സ്ഥലത്തുണ്ട്? ഇപ്പൊ അത് എത്രാമത്തായിരുന്നു? തകാദു തമയ്യസ് 8ാമത്തെ ആയത്തില്ലേ ടീച്ചറെ? ഇതുപോലെ ഈ മക്കാവിദ് പോലെ മക്കാലീദു സമാവാതി വൽ അർദ് അങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ ടീച്ചറെ. മക്ക അത് വേറെയാണോ? ചില ആയത്ത് പറയുമ്പോ എവിടെയെന്ന് പറയണ എനിക്ക് അറിയില്ല. അത് 24 പ്രാവശ്യം ഖുർആനിൽ കേട്ടോ. ബക്കറയിലുണ്ട് യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലം. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ 3 ബാബു ഷാദാണ്. മറ്റേതിലെ ഒരു ഇതും അങ്ങനെ 4 ഷാദ് 5 മുത്തരിദും കഴിഞ്ഞു. ഇനി അമ്മ സുലാസിയു മസീദു ഫിഹി. അപ്പോൾ സുലാസി മസീദ് ഫിഹി മുജറദിൻ്റെ കൂടെ അസ്ലിയായ അക്ഷരം 3 എണ്ണമുള്ളതിൻ്റെ കൂടെ എന്ത് ചെയ്യണ്? അക്ഷരങ്ങൾ കൂട്ടിയിട്ട് മസീദാക്കുന്നു. അതെത്ര എണ്ണം ഉണ്ട്? ഫസ്ന അഷറ ബാബൻ 12 ബാബുകളാണ്. ഫഹുവ അത് സലാസത്തു അഖ്സാമിൻ 3 തരങ്ങളാണ്. അത് 3 തരങ്ങളാണ്. അൽ ഖിസ്മുൽ അവ്വലു ഒന്നാമത്തെ തരം മാകാന മാലിയൻ അത് മാലിയാകുന്നു. അല അർബഅത്ത
അഹ്റുഫി 4 അക്ഷരത്തിന്മേൽ മാലയാകുന്നതാണ്. അതായത് ഒരക്ഷരം വർദ്ധിച്ചു വരുന്നത് എത്ര എണ്ണം ഉണ്ട്? അതാണ് ആദ്യത്തെ തരം, ഒരക്ഷരം വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ കൂടും. അസ്ലിയായ 3 അക്ഷരത്തിൻ്റെ കൂടെ ലെറ്റേഴ്സ് കൂട്ടിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? സുലാത്തി മസീദ് ഫിഹി ഉണ്ടാക്കാൻ സാധിക്കും. മസീദ് ഫിഹി ഉണ്ടാക്കുമ്പോൾ 12 ബാബാണ് ഉള്ളത്. 12 ബാബിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബാബ് എന്ന് പറയുമ്പോൾ ഒരക്ഷരം കൂട്ടിയിട്ട് 4 അക്ഷരത്തിന്മേൽ വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലിയായ 3 അക്ഷരം പ്ലസ് ഒരക്ഷരം, അങ്ങനെ 4 അക്ഷരത്തിന്മേലാണ് അതിൻ്റെ മാലി ഉണ്ടാവുക. അസ്ലിയായ അക്ഷരം 3 പ്ലസ് 1, അതാണ് അല അർബഅതി അഹ്റുഫിൻ. അല അർബഅതി 4 അക്ഷരത്തിന്മേലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അക്ഷരം അസ്ലി പ്ലസ് ഒരക്ഷരം സായിദ വർദ്ധിച്ചു വന്നത് കേട്ടോ. വഹുവമായ കൂനു സായിദൻ ഫിഹ ഹർഫൻ വാഹിദൻ. അതന്നെ അതിന്മേലുള്ള സായിദായിട്ടുള്ള എക്സ്ട്രാ ലെറ്റർ, കൂടി വരുന്ന ലെറ്റർ 4 എണ്ണമാണ്. കൂടി വരുന്ന ലെറ്റർ ഹർഫൻ വാഹിദൻ ഒരെണ്ണമാകുന്നു. വലഹു അതിന് സലാസത്തു ഔസാനിൻ 3 വസനുകളാണ് ഉള്ളത്. അതിന് 3 വസനുണ്ട്. ഒന്ന് അഫ്അല യുഫ്ഇലു, മറ്റേത് ഫഅല യുഫാഇലു, മറ്റേത് മൂന്നാമത്തേത് ഫഅല യുഫഇലു അല്ലേ, ഫഅല യുഫഇലു ട്ടാ. അങ്ങനെ 3 ഖിസ്മുകളാണുള്ളത്, നമ്മൾ പഠിച്ചത് തന്നെ. അഫ്അല ഒന്നാമത്തേത് അഫ്അല എന്ന് പറഞ്ഞാൽ ബിസിയാദത്തി ഹംസത്തി ഫി അവ്വലുഹു, അതിൻ്റെ തുടക്കത്തിൽ ബിസിയാദത്തി വർദ്ധിക്കലാണ്, ഹംസ വർദ്ധിക്കലാണ്, ഫി അവ്വലുഹു അതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഹംസ വർദ്ധിച്ചു വരുന്നത് ഫഅല എന്ന ആ പാറ്റേണിൻ്റെ തുടക്കത്തിൽ ഹംസ വർദ്ധിച്ചു വരും. അപ്പോൾ ഫാക്ക് സുക്കൂനാകും. ഓക്കെ. ഫയുഖാലു ലഹു അതിനെ വിളിക്കുന്നു ബാബുൽ ഇഫ്ആൽ, അതിനെ വിളിക്കുന്നത് ബാബുൽ ഇഫ്ആൽ എന്നാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു മസ്ദറിൻ്റെ പേരാണ് അതിനെ വിളിക്കുക. മസ്ദറിൻ്റെ പേരാണ് നമ്മൾ ബാബിനെ വിളിക്കുക കേട്ടോ. ബാബുൽ ഇഫ്ആൽ എന്നാണ് അതിനെ വിളിക്കുക. നഹ്വ പോലെ, അൽ ഇക്റാം പോലെ. ബാബുൽ ഇക്റാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തശ്രീഫ് എങ്ങനെ? അക്രമ ആദരിച്ചു, യുക്രിമു ആദരിക്കുന്നു, ഇക്രാമൻ ആദരിക്കൽ, വഹുവ മുക്രിമുൻ ആദരിക്കുന്നവൻ, ഉക്രിമ ആദരിക്കപ്പെട്ടു, യുക്രമു ആദരിക്കപ്പെടുന്നു, ഇക്രാമൻ ആദരിക്കപ്പെടൽ, വഹുവ മുക്രമുൻ ആദരിക്കപ്പെടുന്നവൻ. അൽ അമ്രു മിൻഹു അതിൽ നിന്നുള്ള അമ്രാണ് അക്രീം നീ ആദരിക്കി, ലി യുക്രീം അവൻ ആദരിക്കട്ടെ, ലിയുക്രം അവൻ ആദരിക്കപ്പെടട്ടെ. അവിടെ ശ്രദ്ധിച്ചോട്ടാ. അൽ അമ്രു മിൻഹു അതിൽ നിന്നുള്ള അമ്ര ആണ് അക്രീം എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ ആദരിക്കി, നീ ഒരു പുരുഷൻ ബഹുമാനിക്കി. ഓക്കെ. ഇനി ലി യുക്രീം എന്ന് പറഞ്ഞാൽ അവൻ ബഹുമാനിക്കട്ടെ. ഹദീസിലൊക്കെ വന്നത് ഓർമ്മ ഉണ്ടല്ലോ, അവൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ. ലി യുക്രീം അവൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ലി യുക്രീം. ഇനി ലി യുക്റം ഫതഹ വരുമ്പോൾ മനസ്സിലാക്കണം, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫതഹ വന്നാൽ മനസ്സിലാക്കുന്നത് മജ്ഹൂലാണ്, അവൻ ബഹുമാനിക്കപ്പെടട്ടെ. ലി യുക്രീം അവൻ ബഹുമാനിക്കട്ടെ, ലി യുക്റം അവൻ ബഹുമാനിക്കപ്പെടട്ടെ. മജ്ഹൂൽ കേട്ടാ, തെറ്റരുത് കേട്ടാ. വന്നഹി ലാ തുക്രിം അവൻ ബഹുമാനിക്കരുത്, ലാ യുക്രിം അവനല്ല കേട്ടാ, നീ ബഹുമാനിക്കരുത്, ലാ യുക്രിം അവൻ ബഹുമാനിക്കരുത്, ലാ യുക്റം അവൻ ബഹുമാനിക്കപ്പെടരുത്. അത് രണ്ടും തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മുലാരി ആയ ഒരു ഫേലിനെ മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ ഇയാൾക്ക് ദൊമ്മ, സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫതഹ, ഐൻ കലിമക്ക് ഫതഹ. എന്നാൽ ഈ ഒരക്ഷരം വർദ്ധിച്ചു വന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്രിയകളുടെ മുലാരിൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ ദൊമ്മയാണ്, മഅലൂമിൻ്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ ദൊമ്മയാണ്. അഫ്അല യുഫ്ഇലു എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് മജ്ഹൂലും ഇതും തമ്മിൽ തെറ്റാൻ പാടില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ അക്രമ യുക്രിമു ഇക്രാമുൻ അതിൽ വരുന്ന കുറെ ക്രിയകൾ ഞാൻ എഴുതി തന്നിട്ടില്ലേ? എന്തൊക്കെയാ തന്നിട്ടുള്ളത്? അഫ്അല പാറ്റേണിൽ വരുന്ന ക്രിയകൾ നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ലേ? എന്തൊക്കെയാ അത്? ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ. അലുലമയാണോ തന്നിട്ടുള്ളത്? എളുപ്പമുള്ളതൊന്നും തന്നിട്ടില്ല, അതിനേക്കാളും എളുപ്പമുള്ളത് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അറാദ ആ ഒരു പാറ്റേൺ വെയിറ്റ് ചെയ്യട്ടാ. ഇതിലുണ്ട്. ഞാൻ 24/10 അയച്ചിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ. അക്രമ ആദരിച്ചു, അൻസല ഇറക്കി, അൻസല യുൻസിലു
ഇൻസാലൻ വഹുവ മുൻസിലുൻ ഉൻസില യുൻസലു ഇൻസാലൻ വഹുവ മുൻസലുൻ അൽ അംറു മിൻഹു അൻസിൽ ലിയുൻസിൽ ലിയുൻസൽ ലാ തുൻസിൽ ലാ യുൻസിൽ ലാ യുൻസൽ ഇതേപോലെ പറയണം. അൻസല അഖ്മല പൂർത്തിയായി. അഖ്മല യുഖ്മിലു ഇഖ്മാലൻ വഹുവ മുഖ്മിലുൻ ഉഖ്മില യുഖ്മലു ഇഖ്മാലൻ വഹുവ മുഖ്മലുൻ. പിന്നെ അഖ്മിൽ ലാ യുഖ്മിൽ അതൊക്കെ നോക്കണം കേട്ടോ. അസ്ലമ മുസ്ലിമായി. അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ വഹുവ മുസ്ലിമുൻ ഉസ്ലിമ യുസ്ലമു ഇസ്ലാമൻ വഹുവ മുസ്ലമുൻ അൽ അംറു മിൻഹു അസ്ലിം. ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ലിയുസ്ലം വന്നഹി ലാ തുസ്ലിം ലാ യുസ്ലിം ലാ യുസ്ലം. കണ്ടോ? അർഷദ വഴികാട്ടി. അർഷദ യുർഷിദു ഇർഷാദൻ വഹുവ മുർഷിദുൻ. ഓർക്കട്ടാ. പിന്നെ അഫ്സദ കുഴപ്പമുണ്ടാക്കി. അഫ്സദ യുഫ്സിദു ഇഫ്സാദൻ വഹുവ മുഫ്സിദുൻ. ഓർക്ക. അഷ്റബ അവൻ കുടിപ്പിച്ചു. അഷ്റബ യുഷ്രിബു ഇഷ്റാബൻ വഹുവ മുഷ്രിബുൻ. ഓർക്കട്ടാ. പിന്നെ അത്അമ അവൻ ഭക്ഷിപ്പിച്ചു. അത്അമ യുത്ഇമു ഇത്ആമൻ വഹുവ മുത്ഇമുൻ. പിന്നെ അഷ്റക അവൻ ഷിർക്ക് ചെയ്തു. അഷ്റക യുഷ്രിക്കു ഇഷ്റാക്കൻ വഹുവ മുഷ്രിക്കുൻ ഉഷ്രിക യുഷ്റക്കു ഇഷ്റാക്കൻ വഹുവ മുഷ്റക്കുൻ അൽ അംറു മിൻഹു അഷ്രിക് ലിയുഷ്രിക് ഒക്കെ നോക്കുക കേട്ടോ. ലാ തുഷ്രിക് അതോർക്ക. പിന്നെ ആമന ഓർക്കണേ. ആമന അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ആമന അതിൽ വരും. അഫ്അലയിൽ എങ്ങനെ ആമന വരിക? ആമനൻ്റെ അസ്ല് അഅ്മന എന്നായിരുന്നു. അഅ്മന എന്നായിരുന്നു. ആമന ആമന അത് നോക്കണം. അറാദല്ലേ. പിന്നെ ഇത് ഈമാനൻ വഹുവ മുഅ്മിനുൻ അല്ലേ. ഊമിന എന്തോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതിലൊരു ഇതുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. അക്ഷരത്തിൻ്റെ വരും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് അവിടെ വെച്ചോ. പിന്നെ അറാദ എന്ന് പറഞ്ഞത് അറാദല്ല അല്ലേ. അറാദ. ഒരൊറ്റ മിനിറ്റ് ഇട്ടാ ഞാൻ അതിൻ്റെ ഫീലൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോരാ. ഷാപ്പിന ഇപ്പൊ ഏതാ എടുക്കണത്? ഞാനൊരു ഇത്തിരി നേരം പുറത്തേക്ക് ഇറങ്ങി. ഹലോ ക്ലാസ് ഇല്ലേ? അത് ഞാൻ എടുത്തു. ഞാൻ ഇപ്പൊ ഇച്ചിരി നേരം പുറത്തിറങ്ങിയതാ. അത് പേജ് നമ്പർ 80. ഇനി ഇതില് പറഞ്ഞത് ഏതായിരുന്നു? അറാദ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അവൻ ഉദ്ദേശിച്ചു. അഫ്അല പാറ്റേണിൽ വരുന്നതാണ് അറാദ എന്നാണ് അതിൽ. അറാദ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അറാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്തായിരുന്നു? അർവദ എന്നായിരുന്നു. അത് അഫ്അല പാറ്റേണിലാണ് വരിക. അങ്ങനത്തെ കുറേ ക്രിയകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം ക്രിയകൾ ശരിക്കും പഠിക്കണം. അറാദൻ്റെ പാറ്റേൺ നമ്മൾ പഠിക്കണം. അറാദ യുരീദു ഇറാദത്തൻ. എങ്ങനെ പറയാ? അറാദ യുരീദു ഇറാദത്തൻ. അറാദ ഉദ്ദേശിച്ചു. യുരീദു അവൻ ഉദ്ദേശിക്കുന്നു. ഇറാദത്തൻ ഉദ്ദേശം. മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ. ഇവിടെ അക്രമ യുക്രിം ഇക്രാം അക്രിം. പിന്നെ മുരീദുൻ മുരീദുൻ എന്നല്ലേ പറയാം. അറാദ യുരീദു ഇറാദത്തൻ. പിന്നെ മുരീദുൻ മുറാദുൻ അതിൻ്റെ അരിദ് നീ ഉദ്ദേശിക്ക്. അരിദ്. ഇതേ പാറ്റേണിൽ വരുന്ന മറ്റു 1-2-3 ക്രിയ കൂടി നോക്കാം കേട്ടോ. അറാദ പറഞ്ഞു. ഷബന ഒരെണ്ണം പറഞ്ഞല്ലോ. ഏതായിരുന്നു അത്? അറാദയാണോ പറഞ്ഞത്? അല്ലല്ലോ അല്ലേ. ഇതേ പാറ്റേണിൽ വരുന്ന ഏതാ? അറാദ. ഇനി നമുക്ക് മറ്റൊന്ന് പറയാൻ പറ്റുന്നതാണ് അഖാമ നിലനിർത്തി. അഖാമ യുഖീമു ഇഖാമത്തൻ ഇല്ലേ. അഖാമ യുഖീമു ഇഖാമത്തൻ. മുഖീമുൻ നിലനിർത്തുന്നവൻ. മുഖാമുൻ. അഖിം നീ നിലനിർത്ത്. അഖിമി സ്വലാഹ് നമസ്കാരം നിലനിർത്തുന്നൊക്കെ പറയില്ലേ. അഖിം പിന്നെ അജാബ. അജാബ് ഇതിലല്ല അല്ലേ. അതെ അജാബ് ഇതിൽ തന്നെ വരിക. അജാബ യുജീബു ഇജാബത്തൻ ഉത്തരം നൽകൽ. മുജീബുൻ ഉത്തരം നൽകുന്നവൻ. മുജാബുൻ. അജീബ് നീ ഉത്തരം നൽക്. പിന്നെ അഫാല ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക ഇതിൽ പഠിക്കാൻ തന്നില്ലേ. ഞാൻ കഴിഞ്ഞ ഒരു ആയത്തെടുത്തലുണ്ട്. 5-ാമത്തെ 8-ാമത്തെ ആയത്തിലുണ്ട്. യുഫീദൂന ഫി അഫാദ. അഫാല മുഴുകിക്കൊണ്ടിരിക്കുക. സംസാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഫാല യുഫീദു ഇഫാലത്തൻ മുഫീദുൻ മുഫാദുൻ അഫീൽ.
അതാണ് കേട്ടോ. അഫാല, പിന്നെ അജാബ, അഫാല, അക്കാമ, അങ്ങനെ ഈ ഒരു പാറ്റേൺ അത് ഒക്കെ അഫലയിലാണ് വരുന്നത്. ഇത് നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ, അഫല പാറ്റേണിൽ കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ആ ഡേറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ. അപ്പോൾ കുറച്ച് ഫീലുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഫഅല പാറ്റേണിലാണ് അത് ഇൻഷാ അല്ലാ. കുറച്ച് സമയമായില്ലേ, അപ്പോൾ അത് പിന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടം വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അൽവാസനുൽ അവലും എടുത്തേ. ഇനി അൽവാസനുൽ സാനിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത ആഴ്ച മിക്കവാറും ക്ലാസ് എങ്ങനെയാണ് നോക്കിയിട്ടൊക്കെ വെക്കാം, ഓരോരുത്തരുടെ താല്പര്യം പോലെ വെക്കാം. ചെറിയൊരു ഇതാണിത്, അധികം ഇല്ല, കുറച്ചധികം നമ്മൾ ഒന്നും കൂടി കൂടുതൽ പഠിക്കണം എന്നുള്ളൂ. അജ്നാസ് സുഹറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ ഉള്ളതിൽ വന്നിരിക്കുന്നത് ലാസിമും മുത്തദ്ദിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തസ്രീഫ് പറയുമ്പോൾ സുലാസി മുജറദിൽ എന്ത് പറയുന്നുണ്ട്, അംറിഫയിൽ പറഞ്ഞപ്പോൾ ഗായിബ് പറയുന്നുണ്ട്, അവൻ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ മജ്ഹൂൽ പറയുന്നുണ്ട്. പിന്നെ നഹി പറഞ്ഞപ്പോൾ അവിടെയും ഒരു മജ്ഹൂലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗായിബും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് എന്താ ലൊർഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ലൊർഫിൻ്റെ പല ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആലത്തുണ്ട്, പിന്നെ ഇസ്മു തഫ്ലീലുണ്ട്. അത്രയല്ലേ കൂടുതലുള്ളൂ. അതിൻ്റെ മുസന്നയും ജംഉകളും ഒക്കെ ആയിട്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും മതി. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.